Dear students, myself Lakshmi R. Nair, working as Associate Professor, Department of EEE, S90 Outdoor. Today we are going to discuss about synchronous counters. This topic covers, it is in the 5th module of Digital Electronics for 4th semester Electrical and Electronics Engineering students. The objective of this session is to capable the student to implement asynchronous modern counter. What do you mean by asynchronous inputs of a counter? Preset and clear are known as asynchronous inputs of a counter. Asynchronous input on a flip-flop have control over all the outputs regardless of the clock inputs. ഇപ്പോൾ ഒരു കൗണ്ടറിൽ നമ്മുടെ ബേസിക് എലമെൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ഫ്ലിപ്പ് ഫ്ലോപ്പുകളാണ്. ഈ ഫ്ലിപ്പ് ഫ്ലോപ്പുകളെ നമ്മൾ ട്രിഗർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ക്ലോക്കുകളാണ്. അപ്പോൾ ഈ ക്ലോക്കുകൾ വരുമ്പോഴാണ്, ക്ലോക്കിൻ്റെ പോസിറ്റീവ് അടിച്ച് അല്ലെങ്കിൽ നെഗറ്റീവ് അടിച്ച് വരുമ്പോഴാണ് ഫ്ലിപ്പ് ഫ്ലോപ്പ് ട്രിഗർ ആവുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് നമുക്ക് ഈ അസിൻക്രണസ് ഇൻപുട്സ് ഉപയോഗിച്ച് ഫ്ലിപ്പ് ഫ്ലോപ്പുകളുടെ ഔട്ട്പുട്ടിനെ ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ ക്ലോക്കിനെ ഒന്നും ഡിപ്പെൻഡ് ചെയ്യാതെ തന്നെ അസിൻക്രണസ് ഇൻപുട്സ് ഉപയോഗിച്ച് ഫ്ലിപ്പ് ഫ്ലോപ്പുകളുടെ ഔട്ട്പുട്ടിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഏതൊക്കെയാണ് അസിൻക്രണസ് ഇൻപുട്സ്? പ്രീസെറ്റ് PRE ആൻഡ് ക്ലിയർ CLR. ഇതാണ് അസിൻക്രണസ് ഇൻപുട്സ്. ഈ അസിൻക്രണസ് ഇൻപുട്സ് ഉപയോഗിച്ച്, പ്രീസെറ്റ് ഉപയോഗിച്ച് നമുക്ക് ഔട്ട്പുട്ടിനെ സെറ്റ് ചെയ്യാനും ക്ലിയർ ഉപയോഗിച്ച് ഔട്ട്പുട്ടിനെ റീസെറ്റ് ചെയ്യാനും സാധിക്കും. സോ ദ പ്രീസെറ്റ് ഇൻപുട്ട് ഡ്രൈവ്സ് ദ ഫ്ലിപ്പ് ഫ്ലോപ്പ് to a set state while the clear input drives it to reset state. നമ്മൾ ഈ കൗണ്ടർ ഡിസൈനിലൊക്കെ നോർമലി JK ഫ്ലിപ്പ് ഫ്ലോപ്പാണ് ഉപയോഗിക്കുന്നത്. It is possible to drive the output of JK flip flop to an invalid condition by using asynchronous inputs because all feedback within the multi-vibrator circuit is overridden. അപ്പോൾ നമ്മൾ JK ഫ്ലിപ്പ് ഫ്ലോപ്പ് വെച്ച് ഒരു കൗണ്ടർ എങ്ങനെ ഡിസൈൻ ചെയ്താലും സഡനായി നമ്മൾ അസിൻക്രണസ് ഇൻപുട്സ് കൊടുത്താൽ സഡനായി തന്നെ ഔട്ട്പുട്ട്സിൽ ചേഞ്ച് വരുന്നതാണ്, ഇറസ്പെക്റ്റീവ് ഓഫ് ദ ഇൻപുട്സ്, ഇറസ്പെക്റ്റീവ് ഓഫ് ദ ക്ലോക്ക് സിഗ്നൽ. അസിൻക്രണസ് ഇൻപുട്സിനെ നമുക്ക് രണ്ട് രീതിയിൽ മാർക്ക് ചെയ്യാം. പ്രീസെറ്റ് എന്നും ക്ലിയർ എന്നും. പ്രീസെറ്റ് ബാർ എന്ന് ക്ലിയർ ബാർ എന്നും മാർക്ക് ചെയ്യാം. നോർമലി അസിൻക്രണസ് ഇൻപുട്സ് പ്രീസെറ്റും ക്ലിയറും ആക്റ്റീവ് ലോ ആയിരിക്കും. സോ നമ്മളിവിടെ ഒരു ബബിൾ കൊടുത്തായിരിക്കും മാർക്ക് ചെയ്യുന്നത്. ഇതേ പ്രീസെറ്റിനെയും ക്ലിയറിനെയും നമ്മൾ പ്രീസെറ്റ് ബാർ, ക്ലിയർ ബാർ അങ്ങനെ നൊട്ടേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇറ്റ് ഷോസ് the negative logic of these inputs. Now let's look into synchronous counters. What is synchronous counter? A counter in which all the flip-flops are clocked simultaneously are known as synchronous counters. Synchronous counters-ൽ നമ്മൾ എല്ലാ ഫ്ലിപ്പ്-ഫ്ലോപ്പിനും എക്സ്റ്റേണൽ ക്ലോക്ക് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാണ്, സൈമിൾട്ടേനിയസ് ആയിട്ട് അപ്ലൈ ചെയ്യാണ്. അപ്പോൾ ഇങ്ങനെ ക്ലോക്ക് അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് ഇതിന് സ്പീഡ് കൂടുതലാണ്. സോ ഇറ്റ് കോസസ് ഹൈ സ്പീഡ് ഓപ്പറേഷൻ. അതുപോലെ ഇതിൽ നമുക്ക് കുറച്ചുകൂടെ ഒരു റിലയബിലിറ്റി ഒക്കെ ഉണ്ട് ഇൻ കേസ് ഓഫ് സിൻക്രണസ് കൗണ്ടർ. ഈ സിൻക്രണസ് കൗണ്ടർ അസിൻക്രണസ് കൗണ്ടറിൻ്റെ വേറൊരു പ്രോബ്ലം എലിമിനേറ്റ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് അടുത്ത പോയിൻ്റായിട്ട് ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ്, സിൻക്രണസ് കൗണ്ടറിൽ നമ്മൾ JK ഫ്ലിപ്പ് ഫ്ലോപ്പാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ JK ഫ്ലിപ്പ് ഫ്ലോപ്പിനെ നമ്മൾ T ഫ്ലിപ്പ് ഫ്ലോപ്പായിട്ട് എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നതെന്ന് പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ T ഫ്ലിപ്പ് ഫ്ലോപ്പിന് ടോഗ്ലിംഗ് പ്രോപ്പർട്ടി ഉണ്ട്,
JK ഫ്ലിപ്പ്-ഫ്ലോപ്പിൽ 1-1 സ്റ്റേറ്റിൽ ടോഗ്ലിംഗ് പ്രോപ്പർട്ടി വരുന്നുണ്ട്. അപ്പം JK ഫ്ലിപ്പ്-ഫ്ലോപ്പിൻ്റെ 1-1 സ്റ്റേറ്റിൽ ടോഗ്ലിംഗ് പ്രോപ്പർട്ടിയാണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി അസിൻക്രണസ് കൗണ്ടറിലെ ഒരു പ്രോബ്ലം എലിമിനേറ്റ് ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞു. എന്ത് പ്രോബ്ലമാണ് എലിമിനേറ്റ് ചെയ്യുന്നത്? അസിൻക്രണസ് കൗണ്ടർ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചൊരു പ്രോബ്ലമാണ്. അസിൻക്രണസ് കൗണ്ടറിൽ ഓരോ ഫ്ലിപ്പ്-ഫ്ലോപ്പിലും നമ്മൾ സെപ്പറേറ്റ് ക്ലോക്ക് പൾസാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പം സെപ്പറേറ്റ് ക്ലോക്ക് പൾസ് അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് അവിടെ ഫസ്റ്റ് ഫ്ലിപ്പ്-ഫ്ലോപ്പിൽ നിന്ന് സിഗ്നൽ ലാസ്റ്റ് ഫ്ലിപ്പ്-ഫ്ലോപ്പിൽ എത്തുമ്പോഴേക്കും ഒരു ഡിലേ വരുന്നുണ്ട്, പ്രൊപ്പഗേഷൻ ഡിലേ. അപ്പം ആ ഡിലേ പ്രോബ്ലം എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് സിൻക്രണസ് കൗണ്ടേഴ്സിനെ ഉപയോഗിക്കാം. സിൻക്രണസ് കൗണ്ടേഴ്സ് എലിമിനേറ്റ് ദ ക്ലോക്ക് റിപ്പിൾ പ്രോബ്ലം as the operation of the circuit is synchronized to clock pulse rather than flip-flop outputs. ഇവിടെ ആ ഒരു ടൈമിങ്ങിനെ കൺട്രോൾ ചെയ്യുന്നത് ക്ലോക്ക് പൾസ്, എക്സ്റ്റേണൽ ക്ലോക്ക് പൾസ് ആണ്. ഒരേ സോഴ്സിൽ നിന്നുള്ള ക്ലോക്ക് പൾസ് ആണ് എല്ലാ ഫ്ലിപ്പ്-ഫ്ലോപ്പിൻ്റെയും ക്ലോക്കിങ്ങിനെ കൺട്രോൾ ചെയ്യുന്നത്. അസിൻക്രണസ് കൗണ്ടേഴ്സ് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഇനി അതുപോലെ തന്നെ സിൻക്രണസ് കൗണ്ടേഴ്സ്, ഹൗ വി ക്യാൻ ഡ്രോ സിൻക്രണസ് കൗണ്ടേഴ്സ്. ഫോർ ദാറ്റ് വി ആർ കൺസിഡറിങ് an example of Tobit synchronous counter. This is a Tobit synchronous counter. Tobit ആകുമ്പോൾ എത്ര ഫ്ലിപ്പ്-ഫ്ലോപ്പാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്? 2 ഫ്ലിപ്പ്-ഫ്ലോപ്പ്, ഫ്ലിപ്പ്-ഫ്ലോപ്പ് 0യും ഫ്ലിപ്പ്-ഫ്ലോപ്പ് 1ഉം. ഇവിടെ നമ്മൾ JK ഫ്ലിപ്പ്-ഫ്ലോപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഇൻപുട്ട്സ് നോക്കിയേ. ഫസ്റ്റ് ഫ്ലിപ്പ്-ഫ്ലോപ്പിൻ്റെ ജെയും കെയും കൂടെ ഷോർട്ട് ചെയ്ത് 1ൽ കൊടുത്തിരിക്കുന്നു. സോ ഇതെന്തായിട്ട് ആക്ട് ചെയ്യും? T ഫ്ലിപ്പ്-ഫ്ലോപ്പ്. T ഫ്ലിപ്പ്-ഫ്ലോപ്പായിട്ട് ആക്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ എപ്പോഴും ടോഗിൾ ചെയ്തുകൊണ്ടേ ഇരിക്കും. ഇനി അടുത്ത ഫ്ലിപ്പ്-ഫ്ലോപ്പ് നോക്കിയാൽ ജെയും കെയും കൂടെ ഷോർട്ട് ചെയ്ത് ക്യൂവിലേക്ക് കൊടുത്തേക്കുക. ഇതിൻ്റെ മീനിങ് എന്താ? ഈ ഫ്ലിപ്പ്-ഫ്ലോപ്പ് എപ്പോൾ ടോഗിൾ ചെയ്യും? ക്യൂവിൻ്റെ വാല്യൂ 1 ആകുമ്പോൾ, അതായത് Q0യിൽ 1 വരുമ്പോഴൊക്കെ ഫ്ലിപ്പ്-ഫ്ലോപ്പ് 1 ടോഗിൾ ചെയ്യും. ക്ലോക്ക് അപ്ലൈ ചെയ്തിരിക്കുന്നത് സിൻക്രണസ് ക്ലോക്കാണ്. ഒരേ ക്ലോക്ക് പിന്നിൽ നിന്നാണ് 2 ഫ്ലിപ്പ്-ഫ്ലോപ്പിലേക്കും ക്ലോക്ക് ഇൻപുട്ട് കൊടുത്തിരിക്കുന്നത്. So the binary operation is taken from the binary output is taken from the Q output of the flip-flop. Q1, Q0. ഇവിടെ നിന്നാണ് ബൈനറി ഔട്ട്പുട്ട് എടുക്കുന്നത്. അപ്പോൾ JK ഫ്ലിപ്പ്-ഫ്ലോപ്പിനെ നമ്മൾ ഫസ്റ്റ് 1നെ 1ലേക്കും കൊടുത്തു, സെക്കൻഡ് 1നെ ഫസ്റ്റ് 1ൻ്റെ ഔട്ട്പുട്ടിലേക്കും കൊടുത്തു. അപ്പം ഇവിടെ നമ്മൾ 1ലേക്ക് കൊടുത്തത് കൊണ്ട് ഇത് വൺസിൻ്റെ പൊസിഷനാണ്, LSB പൊസിഷനാണ്. ഈ വൺസിൻ്റെ പൊസിഷൻ എപ്പോഴും ടോഗിൾ ആയിക്കൊണ്ടിരിക്കും. ഇവിടെ നമ്മൾ Q0യെ കൊടുത്തിരിക്കുന്നത് കൊണ്ട് Q0 1 ആകുമ്പോഴൊക്കെ ഇവിടെ ടോഗ്ലിംഗ് നടക്കും. അതായത് ആൾട്ടർനേറ്റ് പൊസിഷനിലാണ് ഇവിടെ ടോഗ്ലിംഗ് നടക്കുന്നത്. നമുക്ക് ട്രൂത്ത് ടേബിളിൽ നിന്ന് കാണാം. ഇതാണ് Tobit സിൻക്രണസ് കൗണ്ടറിൻ്റെ ട്രൂത്ത് ടേബിൾ. Q0 ഇവിടെ നമ്മൾ ജെയും കെയും കൂടെ 1ലേക്ക് കൊടുത്തതുകൊണ്ട് T ഫ്ലിപ്പ്-ഫ്ലോപ്പായിട്ട് വർക്ക് ചെയ്യും. എപ്പോഴും അത് ടോഗിൾ ചെയ്തുകൊണ്ടിരിക്കും. Q1 എങ്ങനെയാണ് ടോഗിൾ ചെയ്യുന്നത്? Q0യിൽ എപ്പോഴാണോ 1 വരുന്നത് ആ സമയം Q1 ടോഗിൾ ചെയ്യും. Q0യിൽ 1 വരുമ്പോൾ Q1 ടോഗിൾ ചെയ്യും. അതായത് 2 സ്റ്റേറ്റ്സിൽ 0 ആണെങ്കിൽ അടുത്ത 2 സ്റ്റേറ്റ്സിൽ 1 ആയിരിക്കും. സോ ഇവിടെ കൗണ്ടിങ് സ്റ്റേറ്റ്സ് റീഡ് ചെയ്താൽ 00 00 10 sorry 00 01 10 11 0 1 2 3. So this will function as an up counter. In this session, we discussed about the introduction of a synchronous counter.
അപ്പോൾ ഈ സിങ്ക്രണസ് കൗണ്ടറിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസൈനും മോഡുലസ് ഓഫ് സിങ്ക്രണസ് കൗണ്ടറും എല്ലാം ഫോളോയിങ് ക്ലാസ്സസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഈ സെഷനിൽ നിന്ന് മെയിനായിട്ട് ചോദിക്കുന്ന യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വാട്ട് ആർ അസിൻക്രണസ് ഇൻപുട്സ്. അപ്പം പ്രീസെറ്റിൻ്റെയും ക്ലിയറിൻ്റെയും ഡെഫിനേഷൻ വിത്ത് ഡയഗ്രാം ആയിരിക്കും ഇതിൻ്റെ ആൻസർ. The assignment question based on this topic is compare between asynchronous and synchronous counters. ഇത് സോൾവ് ചെയ്യുക, ആൻസർ കണ്ടുപിടിക്കുക, കമ്പാരിസൺ പോയിൻറ്റ്സ് എല്ലാം കണ്ടുപിടിക്കുക. ആൻഡ് മെയിൽ ടു മീ. മെയിൽ ഐ ഡി is lakshmiarnayar@gmail.com. Hope you all understood the topic. For any doubts, please contact me. Thank you for listening to the session. Bye.